നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 78 സങ്കീർത്തനം അതിൻ്റെ 32 വാക്യം വരെ നമുക്ക് വായിക്കാം. ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു, അവൻ്റെ അത്ഭുത പ്രവർത്തികളെ വിശ്വസിച്ചതുമില്ല. ദൈവമക്കളെ, തെറ്റും കുറ്റങ്ങളും ആർക്ക് സംഭവിക്കാമല്ലോ. ഒരു പാപമില്ലാത്തവനായി ജനിച്ചത് യേശുക്രിസ്തു മാത്രമല്ലേ. ഒരു കുറവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാന്ന് ബോധ്യപ്പെട്ട ഇനി ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കുന്നത് ഏറ്റവും ഉചിതമല്ലേ. ദൈവഭയമുള്ള ഒരു ദൈവഭയനെ സംബന്ധിച്ച് കളഞ്ഞാത് ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ യഹോവയെ ദൈവം ഒത്തിരി നന്മകൾ കൊണ്ട് നിറച്ചായിരുന്നു. വർഗിക്കാത്ത നന്മകൾ കൊണ്ട് കർത്താവ് നിറച്ചു. പക്ഷെ കുറവുകൾ സംഭവിച്ചു. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനിടയാകട്ടെ. അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ലെന്ന്. എത്ര അത്ഭുത പ്രവൃത്തികൾ പറയാൻ നമുക്കുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തന്ന നന്മകൾ എത്ര അത്ഭുതങ്ങളാണ് നമ്മൾക്കൊക്കെ ദൈവം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നോർക്കാനും പ്രാർത്ഥിക്കാനും ഇടയാകട്ടെ. ദൈവത്തോട് നന്ദിയും കടപ്പാടും ഉണ്ടെങ്കിൽ ദൈവമക്കളെ നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയാൻ നമുക്ക് പറ്റില്ലേ. സ്തോത്രം. അതിന് നമ്മളെ കേൾപ്പിക്കുന്ന 33. അതുകൊണ്ട് അവൻ അവരുടെ നാളുകളെ ശ്വാസം പോലെയും അവരുടെ സംവത്സരങ്ങളെ അതിവേഗത്തിലും കഴിയുമാറാക്കി എന്ന് പറഞ്ഞു. ചെറിയ കാര്യമാണോ യഹോവ ചെയ്തത്? ഇന്നും യഹോവ പ്രവർത്തിക്കുന്നല്ലോ. ദൈവസന്നിധിയിൽ ഭയമുള്ളവരായി, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുള്ളവരായി, ദൈവം നടത്തിയ നന്മകൾക്ക് നിറഞ്ഞൊരു സാക്ഷി പറയുന്നവരായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ചേർന്ന് നിൽപ്പാനിടയാകട്ടെ. അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും. അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരയും എന്ന്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യേണ്ട മക്കളെ, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരെ, ദൈവം നടത്തിയ വഴികളെ ഒന്നോർത്ത് നോക്കിയാൽ എത്ര അത്ഭുതകരമായിട്ടാണ് നടത്തിയത്. എൻ്റെ സാക്ഷി പറച്ചിൽ നിർത്തിയില്ലേ? ആരാധനയ്ക്ക് പോക്ക് നിർത്തിയില്ലേ? ആർക്ക് വേണ്ടി? അതേ മക്കളെ, ആർക്ക് വേണ്ടി? ആലയത്തില് എന്ന് ആരാധന കൂടുണ്ട മക്കളെ, ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മത്സര ബുദ്ധിയല്ലേ. ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട മക്കള്, ദൈവാലയത്തിലിരുന്ന് സ്തുതിക്കേണ്ട മക്കള്, ദൈവാലയത്തിലിരുന്ന് ഉപകരണം വായിക്കേണ്ടവർ, ദൈവാലയത്തിലിരുന്ന് സാക്ഷ്യം പറയേണ്ടവർ, ദൈവാലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യേണ്ടവർ, ആർക്ക് വേണ്ടിയ ദൈവമക്കളെ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചത്? ഇത്ര പെട്ടെന്ന് ദൈവം തന്ന ഉപകാരങ്ങളെ മറക്കാൻ എങ്ങനെ സാധിച്ചു? ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ദൈവം നടത്തിയ വഴികൾ ഓർത്താൽ ആ പാതപിടം വിട്ട് ആരും പോകത്തില്ല. പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ നമുക്ക് വരാം. പക്ഷെ നമ്മൾ നടത്തുന്ന ദൈവം ശക്തനാണ്. കഷ്ടതയുടെ സമയങ്ങളിലെ മാറാത്തവനെ നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവ്. ഈ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എല്ലാവരും ഒരുക്കട്ടെ. ദൈവം തങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്നും അവർ ഓർക്കുമെന്ന് പറഞ്ഞു. ദൈവം തങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്നും അവർ ഓർക്കുമെന്ന് വചനം പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാനിടയാകാതിരിക്കട്ടെ. എത്ര തിരക്ക് പിടിച്ച് ഓടി നടന്നാലും മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ട് നാളെ പാടുന്ന പൂക്കളാണ്. ഈ ഭൂമിയിലെ വാസത്തിൽ ദൈവത്തോട് പറ്റിച്ചേർന്ന് പലയാകട്ടെ. ഒന്ന് മടങ്ങി വരാൻ മനസ്സ് വെച്ചാൽ കർത്താവ് നമ്മുടെ അരികിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, എന്തിനെ ചൊല്ലിയാണ് നമ്മൾ ഭാരപ്പെട്ടിരിക്കുന്നത്? ഒരാളുടെ വാക്ക് കേട്ടോ, ഒരു ഞെരുക്കം നിമിത്തോ, കഷ്ടം നിമിത്തോ, ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഒന്ന് ചിന്തിച്ച് ദൈവം എത്രത്തോളം നമ്മളെ നടത്തി, ഇതുവരെ നടത്തിയ നന്മകളെ ഓർത്ത് അറിഞ്ഞു പറയാതെയും ദൈവത്തോട് പഴിച്ചു പറഞ്ഞതെല്ലാം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും, ആരാധന മുടക്കിയ ദൈവമക്കളെ, ചെറിയൊരു തെറ്റല്ല നമ്മൾ ചെയ്തത്. തെറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നനായ എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, അത്യുന്നതനായ ദൈവത്തെ തിരഞ്ഞ് കർത്താവിൻ്റെ നാമത്തെ ഓർക്കേണ്ടതിന് ദൈവമായ കർത്താവ് നന്മയ്ക്ക് അവരുടെയാണ്. ദൈവസന്നിധി തെറ്റി നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുക. നന്മയ്ക്ക് അവരടയാളം കൊടുത്ത് ദൈവം വീണ്ടെടുക്കണമേ.
നശിച്ചു പോകാൻ നീ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നിന്റെ ഉഗ്ര കോപത്തിൽ നിന്ന്, ഉഗ്ര നീരസത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് രക്ഷ പ്രാപിക്കുവാൻ ഈ സമയത്ത് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണേ. യേശുനാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.